പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 34 മുതലുള്ള തിരുവചനങ്ങൾ. യേശു സദുക്കായരെ വാക്കുമുട്ടിച്ചെന്ന് കേട്ടപ്പോൾ ഫരിസേയർ ഒന്നിച്ചുകൂടി. അവരിൽ ഒരു നിയമപണ്ഡിതൻ അവനെ പരീക്ഷിക്കാനായി ചോദിച്ചു, ഗുരു, നിയമത്തിലെ അതിപ്രധാനമായ കൽപ്പന ഏതാണ്? അവൻ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. ഇതാണ് പ്രഥമവുമായ കൽപ്പന. രണ്ടാമത്തെ കൽപ്പനയും ഇതിന് തുല്യം തന്നെ. അതായത്, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഈ 2 കൽപ്പനകളിൽ സമസ്ത നിയമവും പ്രവാചകന്മാരും അധിഷ്ഠിത ആയിരിക്കുന്നു. ഒരുപാട് തവണ ധ്യാനിച്ചിട്ടുള്ള ഒരു ഭാഗമായിരിക്കാം ഇത്. എങ്കിലും ഇന്ന് ഈ സുവിശേഷ ഭാഗം ഒരാവർത്തിയൂടെ ധ്യാനിച്ച് ഈശോയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്ന് മനനം ചെയ്യുവാനായിട്ട് പരിശ്രമിക്കാം. ഈശോയുടെ അരികിൽ വന്ന് നിയമപണ്ഡിതനാണ്, നിയമം പഠിപ്പിക്കുന്നവനാണ് ചോദിക്കുന്നത്. ഈശോയെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിക്കുന്നത് ഏറ്റവും സുപ്രധാനമായ കൽപ്പന ഏതാണ്? ചിലപ്പം നമ്മൾ മക്കളോട് ചോദിക്കാറില്ലേ, അപ്പനെയാണോ അമ്മയെയാണോ ഇഷ്ടം? മക്കൾ പറയും 2 പേരും തുല്യ ഇഷ്ടം എന്നൊക്കെ പറയും. മാതാപിതാക്കന്മാരോട് ചോദിക്കും, 4 മക്കളിൽ അല്ലെങ്കിൽ 8 മക്കളിൽ ആരാണ് ഏറ്റവും പ്രിയമുള്ളവർ? മാതാപിതാക്കന്മാർ പറയും എല്ലാവരും തുല്യരാണെന്ന്. പക്ഷേ ഈശോയോട് ചോദിച്ച ചോദ്യത്തിന് ഈശോ വ്യക്തമായിട്ട് ഉത്തരം നൽകി. എന്താണ്? 10 കൽപ്പനകളിലെ ഏറ്റവും സുപ്രധാനമായ കൽപ്പന എന്താണ്? ഈശോ അതൊക്കെ സമാഹരിച്ചിട്ട് ഒറ്റൊരു ഉത്തരമാണ് പറയണേ, സ്നേഹം. ഒറ്റ കൽപ്പനയേ ഉള്ളൂ, സ്നേഹം. എന്താണ് സ്നേഹം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, വാട്ട് ഈസ് ലവ്? ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന സ്നേഹം എന്ന് പറയുന്നത്, സ്നേഹം അതിൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുഞ്ഞിന് സ്നേഹം എന്ന് പറയുന്നത് അമ്മയുടെ തലോടലാണ്, അമ്മ കുഞ്ഞിന് പാല് കൊടുക്കുന്നതാണ്, അമ്മ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നതാണ്, അമ്മ ആ കുഞ്ഞിനെ കുളിപ്പിക്കുന്നതാണ്. ഇതൊക്കെയാണ് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം സ്നേഹം എന്ന് പറയുന്നത്. ഇനി ആ കുഞ്ഞുനാളിൽ നിന്ന് കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാൽ സ്നേഹത്തിൻ്റെ രൂപം മാറുകയാണ്. ചിലപ്പോൾ ആവശ്യങ്ങൾ കൂടുന്നു, അതിനനുസരിച്ച് നമുക്ക് കുറച്ചുകൂടെ പരിഗണന നൽകുന്നതായിരിക്കാം. അപ്പോൾ ഇതൊക്കെ സ്നേഹത്തെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? എനിക്കറിയില്ല സ്നേഹത്തെ എങ്ങനെ നമ്മൾ നിർവചിക്കുമെന്ന്. സ്നേഹം എന്നതിനേക്കാൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയുന്നത് ബോബിയച്ചനൊക്കെ പറയുന്നത് പോലെ സ്നേഹക്കുറവാണ്, അല്ലേ? സ്നേഹം നമുക്ക് അനുഭവിക്കാം, പക്ഷേ അത് നമ്മൾ തിരിച്ചറിയും, നമ്മൾ ആസ്വദിക്കും. പക്ഷേ സ്നേഹക്കുറവ് നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയും, നമ്മൾ പ്രകടിപ്പിക്കുകയും ചെയ്യും. ഒരു വ്യക്തിക്ക് നമ്മോട് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കത് അറിയാൻ പറ്റും. ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, രാവിലെ പോയപ്പോൾ നല്ല രീതിയിൽ ജോലിക്ക് പോയി തിരിച്ചു വന്നപ്പോൾ ജീവിത പങ്കാളിയുടെയോ മകൻ്റെയോ മകളുടെയോ മുഖം വാടിയിരിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ സ്നേഹക്കുറവ് സംഭവിച്ചിട്ടുണ്ട്. സ്നേഹത്തെക്കാൾ ഉപരി നമ്മൾ തിരിച്ചറിയുന്നത് സ്നേഹക്കുറവുകളാണ്. ഈ സ്നേഹക്കുറവുകളെ ചുറ്റിപ്പറ്റിയാണ് കുടുംബത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നടക്കുന്നത്. സ്നേഹക്കുറവുകളെ ചുറ്റിപ്പറ്റി പണ്ടത്തെ പോലെ ഇയാൾക്ക് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് എന്നോട് സ്നേഹമില്ല, പരിഗണനയില്ല. വിവാഹം കഴിഞ്ഞതോടുകൂടി മകൻ മാറിപ്പോയി, അവർക്ക് മാതാപിതാക്കന്മാരോട് പരിഗണനയില്ല. ഒരു കൊച്ചുണ്ടായതോടുകൂടി നിനക്ക് ഭാര്യയ്ക്ക് എൻ്റെ കാര്യത്തിൽ ശ്രദ്ധയില്ല, ഭർത്താവിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയില്ല. ഇങ്ങനെ ഈ കുറവുകൾ ഒരുപാട് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. സ്നേഹത്തെക്കാൾ ഉപരിയായിട്ട് സ്നേഹക്കുറവുകൾ. സ്നേഹമുള്ളവരെ, ഒന്നുകൂടെ നമ്മുടെ ഈ വചനത്തിലേക്ക് നമ്മളൊന്ന് ആഴത്തിലിറങ്ങാം. ഈശോയുടെ അടുത്ത് വന്ന് പറയുമ്പോൾ ഏറ്റവും സുപ്രധാനമായ കൽപ്പന സ്നേഹമാണ്. ഈ സ്നേഹം എന്ന് പറയുന്ന കൽപ്പനയ്ക്ക് 2 തലങ്ങളുണ്ട്. ഇതാണ് ഈ സ്നേഹത്തെ നിർവചിക്കാനുള്ള എളുപ്പ വഴി. ഈശോ പറയുകയാണ്, 2 തലങ്ങളുള്ളതാണ് സ്നേഹം എന്ന നാണയം. 2 വശങ്ങളുള്ള നാണയമാണ് സ്നേഹം. അതിൽ ഒന്നാമത്തെ വശം എന്ന് പറയുന്നത് ദൈവസ്നേഹം. ഒരു പക്ഷെ നമ്മളിത് പലപ്പോഴും ചിന്തിക്കാത്തൊരു ഭാഗമാണ്. നമുക്ക് സ്നേഹമെന്ന് പറഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയോട്, ഒരു കാമുകിനെ കാമുകിയെ സംബന്ധിച്ചിടത്തോളം ഐ ലവ് യു പറയുന്നതോ,
അല്ലെങ്കിൽ അവരോടൊപ്പം യാത്ര ചെയ്യുന്നതോ എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം കിട്ടുന്നതോ ഈ ഒരു തലത്തിൽ മാത്രമാണ് സ്നേഹമെന്ന് പറയുന്നത്. എന്നാൽ ഈശോ പഠിപ്പിക്കുന്ന സ്നേഹം എന്ന നാണയത്തിന് 2 തലങ്ങളുണ്ട്. അത് ദൈവത്തിൻ്റെ തലവും മാനവികതയുടെ തലവും. 2 തലങ്ങളുള്ളൊരു നാണയമാണ് സ്നേഹം. ഇതിൽ ഏതൊന്ന് മാറ്റി നിർത്തിയാൽ അത് സ്നേഹമല്ല. അത് അടിവരയിടണം. നമ്മൾ പലപ്പോഴും ഈ 2ാമത്തെ തലം ഇതിന് മാത്രം പ്രാധാന്യം കൊടുക്കുമ്പോൾ ആദ്യത്തെ തലം ഏറ്റവും മർമ്മപ്രധാനമായ തലം അത് മറന്നു പോവുകയാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്ന ആദ്യത്തെ തലം എന്ന് പറയുന്നത് സ്നേഹം എന്ന നാണയം. നമ്മളൊരു നാണയമായിട്ട് സങ്കല്പിക്കാൻ പറ്റും. സ്നേഹം എന്ന നാണയത്തിൻ്റെ ആദ്യത്തെ തലം എന്ന് പറയുന്നത് ഹെഡ് എന്ന് പറയുന്നത് ഇപ്രകാരമാണ്. അത് നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. മത്തായി 22:37. ഗോഡ് ഈസ് സുപ്രീം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം തിരുവചനത്തിൽ പറയുന്നില്ലേ, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും, ചേർക്കപ്പെടും. ഗോഡ് ഈസ് സുപ്രീം. ഇതാണ് ആദ്യത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ 10 കൽപ്പനകളിലെ ആദ്യത്തെ 3 കൽപ്പനകൾ ഈ സ്നേഹം ദൈവം പ്രധാനം എന്നുള്ള കൽപ്പനയാണ്. 1-ാമത്തെ കൽപ്പന നമുക്കറിയാമല്ലോ. 1-ാമത്തെ പ്രമാണം, നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്. 2-ാമത്തേത് കർത്താവിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. 3-ാമത്തേത് കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. ഈ 3 കൽപ്പനകളൊക്കെ ദൈവമാണ്. ഗോഡ് ഈസ് സുപ്രീം. ഗോഡ് ഈസ് സുപ്രീം. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ആദ്യത്തെ വാക്കെന്താ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പനുണ്ട്, മുകളിലൊരു ദൈവമുണ്ട്, ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ, ദൈവത്തിൻ്റെ രാജ്യം വരട്ടെ, ദൈവത്തിന് മഹിമയുണ്ടാകട്ടെ. ഗോഡ് ഈസ് സുപ്രീം. നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ടല്ലേ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ കുരിശ് വരയ്ക്കണമെന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? ദൈവമാണ് പ്രാധാന്യം. എന്തുകൊണ്ട് എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കണം, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയാൻ ദൈവവിചാരം ഉണ്ടായിരിക്കട്ടെ. എന്തുകൊണ്ട് ദേവാലയത്തിൽ പോകുന്നു? ദൈവവിചാരം ഉണ്ടാകട്ടെ. ബിക്കോസ് ഐ ലവ് ഗോഡ്. ഗോഡ് ഈസ് സുപ്രീം. ഈ സ്നേഹത്തിന്, ഈ ഒരു തലത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കാതിരിക്കുമ്പോൾ, സ്നേഹമുള്ള ദൈവമക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഉള്ള ഒരു ആത്മീയമായ ആനന്ദം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. നമ്മളെപ്പോഴും ഈ ബാഹ്യമായ സന്തോഷങ്ങൾക്ക് പിറകെ മാത്രം, അതേക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ, ഈ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല, ദൈവികമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതിരിക്കുമ്പോൾ ആത്മാവിൽ എപ്പോഴും ഒരു അന്ധകാരത്തിൻ്റെ ഒരു തടവറയായിരിക്കും ആത്മാവ് ഉള്ളിലുണ്ടായിരിക്കുക. ഒരു സന്തോഷം ഉണ്ടാവില്ല. എപ്പോഴും ഫ്രാൻസിസ് പാപ്പയുടെ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ മൃതസംസ്കാരത്തിന് പോയ വ്യക്തികൾ പോലെ ഒരു മുഖം എപ്പോഴും മ്ലാനമായിരിക്കും. ഒരു ഇന്നർ ജോയ്, ഒരു ആന്തരികമായ ആനന്ദം നമുക്ക് നഷ്ടപ്പെടും ഈ ദൈവസ്നേഹത്തിൻ്റെ ലഭ്യത നമ്മിലില്ല എന്നുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ഈശോ തന്നെ ആലോചിച്ച് നോക്കിക്കേ. ഉദ്ധിതനായ ഈശോ പത്രോസിനെ വീണ്ടും കാണുന്നുണ്ട് തിബേരിയാസിൻ്റെ തീരത്ത്. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ അവൻ ഈശോ കുരിശിലേക്ക് പോകുന്ന യാത്രയിൽ തള്ളിപ്പറഞ്ഞവനാണ്. നമുക്കറിയാമല്ലോ, ഇവനെ ഞാൻ അറിയില്ല, ഈശോയോ ഞാൻ അവൻ്റെ ശിഷ്യനുമല്ല എന്ന് തള്ളിപ്പറഞ്ഞ പത്രോസിനെ ഈശോ പിന്നീട് കണ്ടുമുട്ടുന്നത് എപ്പോഴാണ്? ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് ഉപേക്ഷിച്ച വല. അത് നമുക്കറിയാം. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഈശോ ശിഷ്യന്മാരെ വിളിക്കുന്ന രംഗം നമുക്ക് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് പത്രോസിന് അന്ന് മീൻ പിടിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. എന്നിട്ട് ഈശോ വലതുവശത്ത് വലയിടാൻ പറയുന്നു. വല നിറയെ പൊട്ടുമാറ് മത്സ്യം കിട്ടി. അതിനുശേഷമാണ് ഈശോ അവനെ വിളിക്കുന്നത്. ഈശോ വല ഉപേക്ഷിച്ച്, വള്ളം ഉപേക്ഷിച്ച്, അപ്പനെയും അമ്മയെയും മാതാപിതാക്കന്മാരെയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് പത്രോസ് തിരിച്ചു വരികയാണ്. എന്നാൽ പത്രോസിൻ്റെ ഈശോയുടെ ജീവിതത്തിലെ അവസാനത്തിൽ, ഈ ഭൂമിയിൽ ജീവിച്ച ഈശോയുടെ അവസാന നാളുകളിൽ കാണുന്നത് പത്രോസ് തിരസ്കരിച്ചു പോവുകയാണ്. ഈ തിരസ്കരിച്ച, തള്ളിക്കളഞ്ഞ പത്രോസിനെ ഈശോ വീണ്ടും കാണുമ്പോൾ, തിബേരിയാസിൻ്റെ തീരത്ത് കാണുമ്പോൾ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമുള്ളൂ. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ, യോഹന്നാൻ്റെ പുത്രനായ ശിമ്യോനെ, നീ ഇവരേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? ഒറ്റ ചോദ്യമുള്ളൂ. സ്നേഹം, ദൈവസ്നേഹം. എത്രയോ നമുക്ക് മനസ്സിൽ തന്നെ കുളിര് കോരിടുന്നൊരു ചോദ്യമാണ്. ഒരുപക്ഷെ നമ്മൾ ഇഹലോക ജീവിതത്തിന് ശേഷം പരലോകത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒരൊറ്റ ചോദ്യം ഉണ്ടാവുള്ളൂ. ഡു യു ലവ് മീ? നീ എന്നെ സ്നേഹിക്കുന്നുവോ? ദൈവസ്നേഹം.
അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, പത്രോസിനോട് 3 പ്രാവശ്യം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ഉത്തരം പറയുന്നു എന്നൊക്കെ നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത്. ദൈവസ്നേഹം അത് ഈശോ ആഗ്രഹിക്കുന്ന ഒന്നാണ്. എന്തുകൊണ്ടാണ് സഭയിൽ ഒരുപാട് രക്തസാക്ഷികൾ ഉണ്ടായത്? അപ്പസ്തോലന്മാരിൽ ഏറെ പേരും അപ്പസ്തോലന്മാർ എന്തുകൊണ്ടാണ് ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളാകുവാൻ വേണ്ടി തയ്യാറായത്? സഭയിൽ ഒരുപാട് രക്തസാക്ഷികൾ ഉണ്ടായത് എന്തുകൊണ്ടാണ്? ദൈവസ്നേഹം. ഒറ്റ കാരണമുള്ള, അവരെല്ലാവരും ദൈവത്തെ സ്നേഹിച്ചു. IS ഭീകരരെ വധിക്കുമ്പോഴും വിശ്വാസം ഉപേക്ഷിച്ചില്ല. എന്തുകൊണ്ടാണ്? ദൈവസ്നേഹം, ദൈവത്തിന് പ്രാധാന്യം. നമ്മുടെ ഭാരതത്തിലും മറ്റു പല വിദേശ രാജ്യങ്ങളിലും മിഷണറിമാർ പീഡിപ്പിക്കപ്പെടുമ്പോൾ, അവർ കർത്താവിന് വേണ്ടി രക്തം ചിന്തുമ്പോൾ അടിവരയിടുന്ന ഒറ്റ കാരണമുള്ളൂ, സുപ്രീമസി ഫോർ ഗോഡ്, നോട്ട് ഫോർ എനി ഹ്യൂമൻ ബീയിങ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഇക്കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് ആഴത്തിൽ ഹൃദയത്തിൽ വേരൂന്നണം. ദൈവത്തിന് പ്രാധാന്യമുണ്ടോ? പലപ്പോഴും നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ഈ ദേവാലയത്തിൽ വരുമ്പോഴുള്ള വിശ്വാസമാണ്. വ്യക്തിപരമായിട്ട് നമ്മുടെ ജീവിതങ്ങളിൽ പലപ്പോഴും നമുക്ക് പ്രാർത്ഥനയ്ക്കോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും സമയം കണ്ടെത്താൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളത് എത്രയോ ദുഃഖകരമാണ്. രക്തസാക്ഷികളുടെ ചുടുനിണത്തിൽ വീണ് തളിർത്ത് വളർന്നതാണ്, തളിരിട്ടതാണ് സഭാ തരുവെന്ന് സഭാപിതാവായ തെർത്തുല്യൻ പറയുന്നത് എന്തുകൊണ്ടാണ്? ദൈവസ്നേഹം മനസ്സിൽ സൂക്ഷിച്ച ഒരു പറ്റം വിശ്വാസികൾ ചോര ചിന്തിയതിനാലാണ് ഇന്ന് സഭയുള്ളത് എന്ന്. ആ സഭാവൃക്ഷം അങ്ങനെയാണ് തഴച്ചു വളർന്നതെന്ന്. അപ്പോൾ ഏറ്റവും മർമ്മപ്രധാനം ദൈവസ്നേഹമാണ്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ യോഹന്നാൻ ഇതിനെ മനോഹരമായിട്ട് വിവരിക്കുന്നുണ്ട്. വെളിപാടിൻ്റെ പുസ്തകം 4-5 തിരുവചനങ്ങളിൽ ഇപ്രകാരം പറയുകയാണ്: നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്, നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവടിഞ്ഞു. അതിനാൽ നീ ഏത് അവസ്ഥയിൽ നിന്നാണ് അധപതിച്ചത് എന്ന് തിരിച്ചറിഞ്ഞ് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. എത്ര മനോഹരമാണ് അല്ലേ? ദൈവസ്നേഹത്തെക്കുറിച്ച് ചിന്തിച്ച് നോക്കിയേ. കുഞ്ഞുനാളിൽ എനിക്ക് പള്ളിയിൽ പോകാനും കുരിശ് വരയ്ക്കാനും, അല്ലെങ്കിൽ കുഞ്ഞുനാളിൽ ഈശോ എന്ന് പറയുന്ന ഒരു നല്ല വികാരമായിരുന്നു. കുഞ്ഞുമക്കളെല്ലാവരും പള്ളിയുടെ മുൻപിൽ നിൽക്കും. പിന്നീട് കുറച്ചുകൂടെ പ്രായത്തിൽ മൂത്തപ്പോൾ മുൻനിരയിൽ നിന്ന് പയ്യെ പിറകിലേക്ക് വരും, നടുഭാഗത്തേക്ക് വരും, പിന്നീട് പിറകിലേക്ക് വരും, പിന്നീട് പള്ളിയുടെ പുറത്തേക്ക് പോകും, പിന്നീട് പള്ളിയുടെ അകത്ത് എന്ന് കയറുന്നു. അപ്പോൾ ദൈവസ്നേഹം എന്ന് പറയുന്നത് പ്രായത്തിനനുസരിച്ച് വളരുന്ന ഒന്നായിരിക്കണം. ഈശോയെക്കുറിച്ച് പറയുന്ന ഒരു വചനമുണ്ടല്ലോ, ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 52-ാം തിരുവചനത്തിൽ, യേശു പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. പ്രായത്തിൽ വളരുന്നു. അങ്ങനെയാണ് പ്രായത്തിൽ വളരാൻ നമ്മളൊന്നും ചെയ്യേണ്ട. ഓരോ വർഷം കഴിയുന്നതോടും നമ്മൾ വളരും. ഭക്ഷണം കഴിച്ചാൽ മതി. 5 വയസ്സ്, 6 വയസ്സ്, 7 വയസ്സ്, 8 വയസ്സ് കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ ജ്ഞാനത്തിലോ? യഥാർത്ഥമായ ജ്ഞാനം എന്താണ്? ദൈവം എന്നോടൊപ്പമുണ്ട്, ദൈവവിശ്വാസമാണ്, ദൈവം നൽകുന്നതാണ്, ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് ദൈവികമായ യഥാർത്ഥമായ ജ്ഞാനം. അത് ഈശോയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയല്ല ഈശോ കുരിശിൽ മരിച്ചത് എന്തിനു വേണ്ടിയിട്ട്? ഇത് ദൈവസ്നേഹത്തിൻ്റെ ഒരു അടയാളമല്ലേ? പിതാവിന് ഇഷ്ടമാണ്, പിതാവിൻ്റെ ഹിതം നിറവേറാൻ വേണ്ടി കുരിശിൽ ഈശോ മരിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ അത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇന്ന് പല വീടുകളിലും നമ്മൾ ആലോചിക്കും, വലിയ വീടുകളൊക്കെ ഇന്ന് നമ്മൾ വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ പണ്ടത്തെ പോലെയല്ല. പണ്ട് വീടുകളിലൊക്കെ ഒരു പലകയിൽ അടിച്ചൊരു രൂപം വയ്ക്കാറ് പതിവ്. ഒരു രൂപം വയ്ക്കും. എന്നോട് പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേക മുറിയൊന്നുമില്ല. ഇന്ന് മിക്കവാറും ഭവനങ്ങളിൽ പ്രാർത്ഥിക്കാൻ പ്രത്യേക മുറികളുണ്ട്. ഒരു മുറി ഈശോയ്ക്ക് ഒഴിവാക്കിയിരിക്കുന്നത് വളരെ നല്ല കാര്യം. ഒരു രൂപക്കൂടുണ്ട്, വലിയ വലിയ രൂപങ്ങളുള്ള രൂപക്കൂട്. നമ്മളൊരു വീട്ടിൽ കടന്നു ചെന്നാൽ ഒരു കപ്പയാളെ പോലെ, കുരിശുപള്ളി പോലെ അത്രമാത്രം പ്രാധാന്യം ദൈവത്തിന് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇത് ആ വീട്ടിൽ രൂപങ്ങൾ വയ്ക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായി ആ രൂപത്തിന് മുമ്പിൽ എത്ര സമയം ഞാൻ ചെലവഴിക്കുന്നുണ്ട്? കുടുംബ പ്രാർത്ഥനയ്ക്ക് ഞാൻ ചെലവഴിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ കുടുംബങ്ങൾ ഒരുമിച്ച് വന്ന് ആ രൂപത്തിന് മുൻപിൽ പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? എല്ലാ കുടുംബങ്ങളിലും ബൈബിൾ പ്രതിഷ്ഠിക്കുന്നുണ്ടെന്ന്, എന്നാൽ ആ വചനം നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ടോ? പള്ളിക്കടുത്ത് വീട് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തും, പള്ളിയുടെ 1 കിലോമീറ്റർ അല്ലെങ്കിൽ അടുത്ത്. പക്ഷേ ദേവാലയത്തിൽ സമയത്തിന് എത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇതൊക്കെയാണ് ദൈവസ്നേഹത്തിൻ്റെ ഒരു അടയാളമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. അതുകൊണ്ടാണ് സ്നേഹം എന്ന നാണയത്തിൻ്റെ ആദ്യ തലം, ദ ഹെഡ്, ശിരസ് എന്ന് പറയുന്നത് ദൈവസ്നേഹമാണ്. നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ഗോഡ് ഷുഡ് ബി സുപ്രീം. ഇത് മനസ്സിൽ കോറിയിടുക. ദൈവത്തിന് സമയം കൊടുക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മറ്റൊരു തലം, ഇതിൻ്റെ മറുതലം. ഇത് രണ്ടും ചേരുമ്പടി ചേർന്ന് പോകണം കേട്ടോ.
നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. മത്തായി 22:39. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇതാണ് ഈ നാണയത്തിൻ്റെ മറുവശം. ഇത് ഈശോ സാധിക്കുന്നുണ്ടല്ലോ. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ ഈശോ പ്രകാരം പറയുന്നുണ്ട്, സ്നേഹിതർക്കു വേണ്ടി സ്വന്തം ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ ഒരു സ്നേഹമില്ല. അതായത് എൻ്റെ കുടുംബത്തിനോടൊപ്പം ഞാൻ 10 മിനിറ്റ് എക്സ്ട്രാ ചിലവഴിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാനൊരു ത്യാഗമെടുക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ ഉപവസിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ഒരു നൊമ്പരം ഏറ്റുവാങ്ങുമ്പോൾ, ഇനി കുറച്ചുകൂടെ പ്രകടമായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ രക്തദാനം നടത്തുമ്പോൾ, കുറച്ച് പണം കൊടുക്കുമ്പോൾ, അവയവങ്ങളൊക്കെ ദാനം ചെയ്യുമ്പോൾ, എന്തെങ്കിലും എനിക്ക് വേദനിക്കുന്ന രീതിയിൽ എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ സ്നേഹിതർക്ക് വേണ്ടി, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ ചെയ്യുമ്പോഴൊക്കെ ഈ മറുതലം, ഈ ദൈവസ്നേഹത്തിൻ്റെ മറുതലമായ ഈ പരസ്നേഹത്തിലേക്ക് ഞാൻ നടന്നെടുക്കുകയാണ് ചെയ്യുന്നത്. ഈശോ കുരിശിൽ മരിച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞു, അതിൻ്റെ രണ്ടാമത്തെ തലമെന്ന് പറയുന്നത് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈശോ കുരിശിൽ മരിച്ചതിന് ഈ 2 ആശയങ്ങളുണ്ട്. ഒന്നാമത്തെ ആശയമെന്ന് പറയുന്നത്, ഈശോ കുരിശിൽ മരിച്ചതിൻ്റെ ഒന്നാമത്തെ കാരണം ദൈവത്തെ ഈശോ സ്നേഹിച്ചു, പിതാവിൻ്റെ ഇഷ്ടമായിരുന്നു. രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത്, ഈ കുരിശിൽ ചിന്തുന്ന, കുരിശിൽ വെടിയുന്ന ഈ പ്രാണനാണ് ഈ മാനവ രക്ഷയ്ക്ക് ഉപാധിയാകുന്നത്. കുരിശിലെ ചോരയാണ് മാനവകുലത്തെ രക്ഷിക്കുവാനായിട്ട് സാധിക്കുക എന്ന് ഈശോ തിരിച്ചറിയുന്നു. അപ്പോൾ ദൈവസ്നേഹവും മാനവ സ്നേഹവും പരസ്നേഹവും ഒന്നിക്കുന്ന ഇടമാണ് ക്രൂശിത രൂപം. ആ കുരിശിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പിതാവായ ദൈവത്തോടുള്ള സ്നേഹമുള്ളൊരു പുത്രനെ നമുക്ക് കാണുവാൻ സാധിക്കണം. മാനവകുലത്തോട് സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പഠിപ്പിച്ച ഈശോ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ള ചിത്രവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കണം. പരസ്നേഹത്തെക്കുറിച്ച് ഒരുപാട് ഉദാഹരണങ്ങൾ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് ഇന്ന് നമ്മൾ വായിച്ചു കേട്ടെ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ഭാഗം നമ്മൾ ലൂക്കായിലേക്ക് പോകുമ്പോൾ, ലൂക്കായുടെ സുവിശേഷത്തിൽ നല്ല സമരിയക്കാരൻ്റെ ബൊമ്മ ഇതിനോട് ചേർത്ത് വയ്ക്കുന്നുണ്ട്. യഹൂദ പ്രമാണി ചോദിക്കുകയാണ്, പണ്ഡിതൻ ചോദിക്കുകയാണ്, ഓക്കെ, ദൈവത്തെ സ്നേഹിക്കണം, അയൽക്കാരനെ സ്നേഹിക്കണം, ആരാണ് അയൽക്കാരൻ എന്നുള്ളൊരു മറുചോദ്യം ഈ യഹൂദ പണ്ഡിതൻ ഉന്നയിക്കുന്നുണ്ട്. അതിന് ഈശോ കൊടുക്കുന്ന ഉത്തരം എന്താണ്? ഈ സമരിയക്കാരൻ്റെ ഉപമ പറയുകയാണ്. ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോയ ആ യാത്രികനെ സഹായിച്ച സമരിയക്കാരൻ്റെ, ആ സമരിയക്കാരൻ്റെ ഉപമ പറഞ്ഞുകൊണ്ട് ഈശോ പറയുകയാണ്, നീയും അങ്ങനെ ചെയ്യുക, അങ്ങനെ നിനക്ക് നല്ല അയൽക്കാരനാവുക. എന്താണ്? മറ്റുള്ളവനോടൊപ്പം നിനക്ക് സഞ്ചരിക്കാൻ കഴിയണം, അവന് കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയണം. എന്താണ്? ഞാൻ എൻ്റെ വീട്, എൻ്റെ ഭവനം, എൻ്റെ എന്ന് പറയുന്ന സ്വാർത്ഥതയുടെ ആ കവചത്തിൽ നിന്ന്, ചട്ടക്കൂടിൽ നിന്ന്, ഒരു കൊക്കൂണിൽ നിന്ന് ശലഭം പുറത്തു വരുന്നത് പോലെ ആ ചട്ടക്കൂടിൽ നിന്ന് പുറത്ത് കടന്ന് കുറച്ചുകൂടെ മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ ഇറങ്ങാൻ കഴിയുമ്പോഴാണ് ദൈവസ്നേഹം അതിൻ്റെ പാരമ്യതയിൽ പരസ്നേഹമായി പൂവണിയുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 40, 41, 42 വചനങ്ങളിൽ പ്രകാരം പറയുന്നുണ്ട്. ഈശോ പറയുകയാണ് എങ്ങനെയാണ് ഈ പരസ്നേഹത്തിൻ്റെ ഒരു ഏറ്റവും വളരെ പ്രകടമായ ലളിതമായ ഉദാഹരണം. നിൻ്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നവന് മേലങ്കി കൊടുക്കുക, 1 മൈൽ ദൂരം പോകാൻ നിർബന്ധിക്കുന്നവനോടൊപ്പം 2 മൈൽ പോവുക, ചോദിക്കുന്നവന് കൊടുക്കുക. അതായത് നമുക്ക് കുറച്ചുകൂടെ മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് സാധിക്കണമെന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. നമ്മളോട് പലപ്പോഴും ഇത് വളരെ ബുദ്ധിമുട്ടുള്ള വേദനാജനകമായ കാര്യമാണ് കേട്ടോ. എന്താ വെച്ചാൽ എനിക്കുള്ളതെല്ലാം സ്വരുക്കൂട്ടി വയ്ക്കുകയാണ്. തൊട്ട അയൽപക്കത്തെ ഒരാൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് നമുക്ക് അന്വേഷിക്കാൻ പോലും കഴിയുന്നില്ല. എൻ്റെ ചിന്ത മുഴുവനും എൻ്റെ കുടുംബം, എൻ്റെ ഈ രീതിയിലുള്ള ചിന്തകൾ മാത്രമാകുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഒരുപാട് സ്വാർത്ഥരായിട്ട് പോവുകയാണ്. ഇനി പൗലോസിലേക്ക് അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സ്നേഹത്തിൻ്റെ ഒരു ഏറ്റവും മനോഹരമായ നിർവചനം നൽകുന്ന പൗലോസ് അപ്പോസ്തലനാണല്ലോ. കൊരിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 13-ാം അധ്യായം നമുക്കെല്ലാവർക്കും ആ വചനങ്ങൾ മനഃപ്പാടമാണ്, ഹൃദ്യമായ വചനമാണല്ലോ. 13-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനം എന്താണ് സ്നേഹമെന്ന് ഡിഫൈൻ ചെയ്യുവാനായിട്ട് ഞാൻ ഇത്രയും നേരം നമ്മൾ ധ്യാനിച്ച ഈ ഭാഗം, ദൈവസ്നേഹം, പരസ്നേഹം, ഇതിനകത്ത് ഈ പരസ്നേഹത്തിൻ്റെ കാമ്പ് എന്താണ് എന്ന് ദൈവസ്നേഹവുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് പൗലോസ് ഇങ്ങനെ കാച്ചിക്കുറുക്കുകയാണ് ഒരു 13 വചനത്തിൽ. അതിനകത്ത് ഏറ്റവും ഹൃദയസ്പർശിയായ കുറച്ച് ഭാഗങ്ങളുണ്ട്. എന്താണ് സ്നേഹം?
സ്നേഹം സർവോത്കൃഷ്ടമാണ് എന്ന് ആ ശീർഷകത്തിൽ അതിൻ്റെ ആ ലേഖനത്തിൻ്റെ 13-ാം അധ്യായത്തിലെ 13-ാം വചനം പറയുന്നത് സ്നേഹം സർവോത്കൃഷ്ടമെന്നാണ്. ഇനി സ്നേഹം എന്താണെന്ന് വളരെ ലളിതമായിട്ട് പൗലോസ്ലീഹ പറഞ്ഞു വയ്ക്കുകയാണ്. ലളിതമൊന്നുമല്ല, അത് ലളിതമാണെന്ന് നമുക്ക് വായിക്കുമ്പോൾ തോന്നും, പക്ഷേ ഏറ്റവും ക്ലേശകരമായ രീതിയിൽ തന്നെ. സ്നേഹം ദീർഘക്ഷമയാണ്, ക്ഷമിക്കാൻ കഴിയുന്ന സ്നേഹമാണ്. അസൂയയില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അനുചിതമായി പെരുമാറുന്നില്ല, കോപിക്കുന്നില്ല, അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സർവവും വിശ്വസിക്കുന്നു. സ്നേഹം പ്രത്യാശ വയ്ക്കുന്നു. സ്നേഹം സകലതിനെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇത് ഓരോന്നും ഓരോ ധ്യാന വിഷയങ്ങളാണ്. സ്നേഹിക്കുന്ന വ്യക്തിക്ക് സുദീർഘമായി ക്ഷമിക്കാൻ കഴിയും. അസൂയ ഉണ്ടായിരിക്കുകയില്ല. അവന് മറ്റുള്ളവരുടെ വീഴ്ചകളിൽ അയാൾ ഒരിക്കലും സന്തോഷിക്കുകയില്ല. സ്നേഹം എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുന്നു. എപ്പോഴും ഉള്ളിലൊരു ആനന്ദം ഉണ്ടാകുമെന്ന് പറയണേ. അപ്പോൾ സ്നേഹത്തിൻ്റെ തലങ്ങൾ കുറച്ചുകൂടെ ഒരു വൃക്ഷത്തിൻ്റെ ശാഖകൾ പോലെ ഇങ്ങനെ വിപുലീകൃതമാവുകയാണ് ചെയ്യുന്നത്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ ഈശോ സ്നേഹത്തിൻ്റെ ഒരു നിയമം കൊടുക്കുന്നുണ്ട്. ഗോൾഡൻ റൂൾ ഓഫ് ലവ്. സ്നേഹത്തിൻ്റെ സുവർണ്ണ നിയമം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. എപ്രകാരമാണ് വചനം പറയുന്നത്? മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം അവർക്ക് ചെയ്യുവിൻ. ഇതാണ് നിയമവും പ്രവാചകന്മാരും. സുപ്രധാനമായ കൽപ്പന എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈശോ പഠിപ്പിക്കുന്നത് ദൈവസ്നേഹം, പരസ്നേഹം. ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇനി ഗോൾഡൻ റൂൾ എന്ന് പറഞ്ഞ് ഈശോ പഠിപ്പിക്കുന്നതാണ് മറ്റുള്ളവർ നിനക്ക് ചെയ്തു തരണമെന്ന് നീ എന്തെല്ലാം ആഗ്രഹിക്കുന്നുവോ അത് അവരവർക്ക് ചെയ്തു കൊടുക്കുക. അതാണ് ദൈവസ്നേഹവും പരസ്നേഹവും, അല്ലെങ്കിൽ അതാണ് നിയമവും പ്രവാചകന്മാരും. പ്രിയവരെ, നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എൻ്റെ ഈ ദൈവത്തോടുള്ള ഇഷ്ടവും മറ്റുള്ളവരോടുള്ള ഇഷ്ടവും എത്രമാത്രമാണ് എന്ന് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതല്ലേ? പലപ്പോഴും ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. ഇതാണ് നമ്മുടെയൊക്കെ, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഒരു വലിയ പ്രശ്നം. അതാണ് ചിലപ്പോൾ നമ്മൾ വല്ലാത്ത ദൈവസ്നേഹമായിരിക്കും, പക്ഷെ ബാക്കി ഒരു കാര്യത്തിലും നമുക്ക് ശ്രദ്ധയുണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യും, പരോപകാര പ്രവൃത്തികൾ, സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ ഒരുപാട് ചെയ്യും. പള്ളിയിൽ പോവില്ല, പ്രാർത്ഥിക്കില്ല, ദൈവത്തെ നമ്മൾ തിരിഞ്ഞു നോക്കത്തില്ല. പക്ഷെ ഇത് ശരിയല്ല. മദർ തെരേസ പഠിപ്പിക്കുന്നൊരു പാഠമുണ്ട്. മദർ തെരേസയുടെ ജീവിതത്തിൽ ആദ്യ കാലഘട്ടങ്ങളിൽ മദർ തെരേസ ഈ പരസ്നേഹത്തിന് കൂടുതൽ ഊന്നൽ കൊടുത്ത വ്യക്തിയായിരുന്നു അത്രേ. എന്നാൽ ആത്മീയ ഗുരു പറഞ്ഞു, മദർ, നീ പരസ്നേഹത്തിന് ഇറങ്ങുമ്പോൾ ദൈവത്തെ മറക്കരുത്. കർത്താവിന് മുമ്പിൽ ഇരുന്നതിന് ശേഷം മാത്രമേ ദൈവത്തെ ശുശ്രൂഷിക്കാൻ പോകാൻ പാടുകയുള്ളൂ. അതുകൊണ്ടാണ് കൽക്കട്ടയിൽ ചെല്ലുമ്പോൾ മദർ തെരേസ ആ ചാപ്പലിലിരുന്ന് പ്രാർത്ഥിക്കുന്നൊരു രൂപം പ്രവേശന കവാടത്തിനരികിൽ വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഇവിടെ നിന്നാണ്, ദൈവസ്നേഹത്തിൽ നിന്നാണ് പരസ്നേഹത്തിലേക്കുള്ള വാതിലുകൾ തുറക്കപ്പെടേണ്ടത്. നമുക്കൊന്ന് സമാഹരിക്കാം ഈ ചിന്തകൾ. എൻ്റെ കുടുംബത്തിൽ പണ്ടത്തെ പോലെ നിങ്ങളെന്നെ സ്നേഹിക്കുന്നില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അവരെ പരിഗണിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമുക്കറിയാമല്ലോ, സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, ഒരു സ്ത്രീ പ്രസവിച്ച് കഴിയുമ്പോൾ പിന്നെ വേദന മറക്കൊന്നില്ല. ഈ അമ്മയുടെ അടുത്ത് നിന്ന് ഈ പ്രസവിച്ച സ്ത്രീക്ക് സുഖമാണോ, വേദനയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴേ, അവൾ മൂർധാവിലൊരു ചുംബനം കൊടുക്കുമ്പോൾ, ജീവിത പങ്കാളി ഉമ്മ വയ്ക്കുമ്പോഴൊക്കെ, ചേർത്ത് പിടിക്കുമ്പോഴൊക്കെ അവൾ വേദന പയ്യെ മറക്കുകയുള്ളൂ. ശരീരത്തിലുള്ള ആ വേദനയേക്കാൾ ഉപരിയായിട്ട് അവൾക്ക് ആത്മാവിന് സന്തോഷം വരണം. അതിനുവേണ്ടി ഒക്കെ ഉള്ള പരിശ്രമങ്ങൾ നമുക്ക് ഉണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ദൈവത്തെയും മനുഷ്യനെയും സ്നേഹിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. കരങ്ങൾ കൂപ്പി ഒന്ന് മിഴികളടയ്ക്കാം. കർത്താവായ യേശുവേ, സ്നേഹം എന്ന പ്രമാണത്തിൻ്റെ 2 വശങ്ങൾ ഞങ്ങൾ കാണുകയായിരുന്നു. ആ നാണയത്തിൻ്റെ 2 വശങ്ങൾ. യേശുവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ നീ കാണിച്ചു തന്ന ആ വഴി പോലെ ഈശോയ്ക്ക്, ദൈവത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുവാനും, അതുപോലെ തന്നെ കൂടെയുള്ളവർക്ക്, സഹോദരങ്ങൾക്ക്, ആവശ്യങ്ങളുമായി എൻ്റെ മുമ്പിൽ എത്തുന്നവർക്ക് സ്നേഹം പങ്കുവയ്ക്കുവാനുമുള്ള വലിയ കൃപ, അവരെ പരിഗണിക്കുവാനുള്ള വലിയ കൃപ എനിക്കും ഈ വചനം ശ്രവിക്കുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവർക്കും നൽകണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, കാൽവരിയിൽ
സ്വന്തം പുത്രൻ്റെ ചുടുചോറയിൽ ചവിട്ടി നിന്നവളെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധ ലാസലേറ്റ് അമ്മേ, വിശുദ്ധ ഔസേപ്പ് പിതാവേ, സകല മാലാഖമാരെ, വിശുദ്ധരെ ഞങ്ങൾക്കായി എപ്പോഴും മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.